ഗാസയിലെ ഇസ്രയേലിന്റെ നരനായാട്ടിന് പിന്നാലെ ഇസ്രയേലിനോട് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തറും ഈജിപ്തും ഹമാസുമായുള്ള വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിലാണ് ഇരു രാജ്യങ്ങളും ഞായറാഴ്ച ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. പലസ്തീനിന്റെ തീരദേശ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു അന്താരാഷ്ട്ര സ്ഥിരതാ സേനയെ വേഗത്തിൽ രൂപീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച ചെയ്തുറപ്പിച്ച വെടിനിർത്തലിന്റെ മധ്യസ്ഥരെന്ന നിലയിലാണ് ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് സൈന്യത്തെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നടപടികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ എന്നിവയുടെ പിന്തുണയോടെയുള്ള സമാധാന പദ്ധതിയിൽ US വിശദീകരിക്കുകയും ചെയ്തിരുന്നു. സമാധാന പദ്ധതിയുടെ ഭാഗമായി ഗാസയിലെ പോരാട്ടം ഏറെക്കുറെ അവസാനിച്ച നിലയിലാണ്. സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള 20 പോയിന്റ് സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ ഇരുപക്ഷവും ഇനിയും സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഉടമ്പടി നിലവിൽ പ്രതിസന്ധിയിലാണ്. പദ്ധതിയുടെ ഭാഗമായ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ സൈന്യം ഗാസയുടെ അതിർത്തിക്കുള്ളിൽ മഞ്ഞരേഖയ്ക്ക് പിന്നിലേക്ക് പിൻവാങ്ങണമെന്നും ഹമാസ് തടവിലാക്കിയവരെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ കൈമാറണമെന്നതുമാണ് പ്രധാന വ്യവസ്ഥകൾ. ഇപ്പോൾ നമ്മൾ നിർണായക നിമിഷത്തിലാണ്. ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുകയും ഗാസ സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നതുവരെ വെടിനിർത്തൽ പൂർണ്ണമായെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നും ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഥാനി പറഞ്ഞു. വെടിനിർത്തൽ ഉറപ്പാക്കാൻ ദീർഘകാലമായി ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇസ്രയേലും ഹമാസും പരസ്പരം നിബന്ധനകൾ ലംഘിച്ചതായി ആരോപിച്ചിരുന്നതിനാൽ അത് നടന്നിരുന്നില്ല. ഈ ഘട്ടത്തിൽ ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് നിർണായകമായ ഇടപെടൽ നടത്തിയത്. എന്നാൽ രണ്ടാം ഘട്ടത്തിന്റെ നടപ്പാക്കൽ സംബന്ധിച്ച് ഇപ്പോഴും തർക്കം തുടരുകയാണ്. ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുടെ നടപ്പാക്കൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. 20 പോയിന്റ് സമാധാന പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധീകരണം നടത്തേണ്ടതാണ്. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന അംഗങ്ങൾക്ക് ഗാസ വിടാൻ അനുമതിയുണ്ട്. ഇതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിൽ പ്രതികരിച്ച് പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് രംഗത്ത്. ഇസ്രയേൽ പരമാധികാര രാഷ്ട്രമാണെന്നും മാപ്പ് നൽകുന്നത് ഇസ്രയേൽ ജനങ്ങളുടെ നന്മ മുൻനിർത്തി മാത്രമേ തീരുമാനമെടുക്കൂവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ട്രംപിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു, എന്നാൽ ഇസ്രയേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്. രാജ്യത്തിന് അതിന്റേതായ നിയമങ്ങളുണ്ട്. തനിക്ക് ഇസ്രയേൽ നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. മുമ്പ് തങ്ങളുടെ അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കുന്നതിൽ ട്രംപ് വലിയ പങ്ക് വഹിച്ചിരുന്നുവെന്ന കാര്യവും അദ്ദേഹം ഓർത്തെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡന്റിന് മുമ്പാകെ നെതന്യാഹു മാപ്പപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കുറ്റം ഏറ്റുപറയാതെയാണ് നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ. ഇത്തരത്തിലൊരു മാപ്പപേക്ഷ പ്രസിഡന്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിമർശനമുണ്ടായിരുന്നു. അഴിമതി കേസുകളിലാണ് അദ്ദേഹം മാപ്പപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ തള്ളണമെന്ന് ഇസ്രയേലിലെ പ്രതിപക്ഷം പ്രസിഡന്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായുള്ള അഴിമതി വിചാരണ അവസാനിപ്പിക്കുന്നത് നിയമവാഴ്ചയെ തകർക്കുമെന്നും ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തെ അനുവദിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. അതിനിടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ അടുത്ത 3 വർഷത്തേക്കുള്ള പുതുക്കിയ ഉത്തരവിന് അനുകൂലമായി വോട്ട് ചെയ്ത് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലാണ് അനുകൂല വോട്ട് രേഖപ്പെടുത്തിയത്. പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള സഹായം എന്നതിന് കീഴിലുള്ള പ്രമേയത്തിന് 151 വോട്ടുകളുടെ പിന്തുണ ലഭിച്ചു. എന്നാൽ 10 രാജ്യങ്ങൾ പുതുക്കിയ ഉത്തരവിനെ എതിർക്കുകയും 14 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഏജൻസിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലെസാരിനി ഉത്തരവിനെ സ്വാഗതം ചെയ്തു. വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. പലസ്തീൻ അഭയാർത്ഥികളോടുള്ള വിശാലമായ ഐക്യദാർഢ്യമാണ് ഈ വോട്ടുകളിലൂടെ പ്രതിഫലിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. പതിറ്റാണ്ടുകളായി തുടരുകയാണ് പലസ്തീൻ ജനതയുടെ ദുരവസ്ഥ. ഇതിൽ നിന്ന് ന്യായവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്തുകയും മാനുഷികമായ പരിഗണനയും പിന്തുണയും നൽകുക എന്നതും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള അംഗീകാരം കൂടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഏജൻസിയുടെ 3 വർഷത്തേക്ക് പുതുക്കിയ ഉത്തരവിനെതിരെ അർജന്റീന, ഫിജി, ഹംഗറി, നോർത്ത് മാസിഡോണിയ, പലാവു, പാപ്പുവ ന്യൂഗിനിയ, പരഗ്വേ, ടോങ്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെ 14 രാജ്യങ്ങളാണ് വിട്ടുനിന്നത്. ഇതിൽ ഇസ്രയേലും ഉൾപ്പെടുന്നു. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയിലൂടെ പലസ്തീൻ ജനതയ്ക്ക് പൂർണ്ണ പിന്തുണയും സഹായങ്ങളും നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഏജൻസി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.